വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നൊരു സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടിയാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് ഏത് നേരം വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി ചോറൊക്കെ ഉണ്ണാൻ നല്ല രുചിയാണ്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ടും എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വെള്ളരിക്ക പച്ചടി തയ്യാറാക്കാൻ വേണ്ടി ഒരു വെള്ളരിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലൊരു വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് ഇതുപോലെ വെള്ളരിക്ക തിരഞ്ഞെടുക്കുമ്പോൾ പച്ചടിയൊക്കെ തയ്യാറാക്കുമ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് പച്ചയായിരിക്കണം. ഒരുപാട് അങ്ങ് പഴുത്തു പോയാൽ നല്ലതല്ല. വെള്ളരിക്ക പച്ചടിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഒരുവിധം പച്ച വെള്ളരിക്ക ആകുമ്പോൾ. അതുപോലെ തന്നെ നല്ലതാണോ എന്നറിയാൻ നമുക്ക് ഒരു കാര്യമുണ്ട്, വെയിറ്റ് നോക്കിയാൽ മതി. വെള്ളരിക്കയുടെ ഒരുവിധം നല്ല വെയിറ്റുള്ള വെള്ളരിക്കയാണെങ്കിൽ ഉള്ളിൽ സ്പോഞ്ച് പോലത്തെ വെള്ളരിക്കയും ഉണ്ട്. അത് വെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം വെയിറ്റുള്ളത് നല്ല വെള്ളരിക്കയായിരിക്കും. സ്പോഞ്ച് പോലെ ഇരിക്കുകയാണെങ്കിൽ വെയിറ്റ് കാണത്തില്ല. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഇന്ന് നേരെ പകുതി എടുക്കുക ഞാൻ കേട്ടോ, പച്ചടി തയ്യാറാക്കാൻ. ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. അല്ലേ, രണ്ടായിട്ട് കട്ട് ചെയ്യട്ടെ. ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുമ്പോഴേ പെട്ടെന്നാവും. അല്ലെങ്കിൽ കയ്യിൽ പിടിച്ച് നമുക്ക് കട്ട് ചെയ്യാനൊക്കത്തില്ല. തോലൊന്ന് ചെത്തിയെടുക്കണം. ഇങ്ങനെ അകത്തുനിന്ന് ഇത് എടുത്ത് ഇങ്ങനെ ഇത് അരിയൊക്കെ ഇതുപോലെ എല്ലാം ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. വൃത്തിയാക്കി എടുക്കാം. തോലൊക്കെ ചെത്തി അകത്തെല്ലാം കളഞ്ഞ് റെഡിയാക്കി എടുക്കാം. വെള്ളരിക്ക നമ്മൾ ക്ലീൻ ചെയ്ത് ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. എല്ലാ പീസും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലത്തെ പീസായിരിക്കണം വെള്ളരിക്കായി. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ വെള്ളരിക്ക ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെള്ളരിക്കയിൽ നിറച്ച് വെള്ളമാണ്, അതുകൊണ്ട് അരക്കപ്പ് മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു മൂടി വേവിച്ചെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. 5-7 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് വേകുമ്പോഴേക്കും നമുക്കിത് തേങ്ങയൊന്ന് അരച്ചു കൊണ്ടുവരാം. ഈ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, കോക്കനട്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് വേണമെങ്കിലും കുറച്ചുകൂടെ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ തേങ്ങ. എൻ്റെ ഒരു മുറി വെള്ളരിക്ക ഉണ്ടല്ലോ, അതനുസരിച്ച് നമുക്ക് ഗ്രേവി വേണമല്ലോ, അതുകൊണ്ട് എത്ര തേങ്ങ എടുത്ത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അല്ലെങ്കിൽ നല്ല ജീരകം എന്നൊക്കെ പറയും. 2 പച്ചമുളക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഒടിച്ചിട്ടുണ്ട്. എരിവ് വേണമെങ്കിൽ 1 പച്ചമുളകും കൂടെ നിങ്ങൾ ചേർത്തോ. എനിക്കിത്ര എരിവ് മതി, അതുകൊണ്ടാണ്. ഒരു 4 ഇതൾ കറിവേപ്പില, ഒരു മണമൊക്കെ കിട്ടുമെന്ന്. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം. ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം. ഇതൊന്ന് പേസ്റ്റാക്കി അരച്ചു കൊണ്ടുവരാം. നല്ലപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലപോലെ പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. 7-8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ട് വെന്തിട്ടുണ്ട്. വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ നിറം അങ്ങ് മാറും, കളർ മാറും. കളറങ്ങ് ചേഞ്ച് ആവും. കണ്ട് ഈ കളറാവും. കണ്ട ഇത് ആ വെള്ള നിറം അങ്ങ് മാറും. അതാ അതിൻ്റെ ഒരു പരുവം. ഇത് വെന്തോ ഇല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെ. ഇനി നമുക്കിതിലേക്ക് അരച്ച് കൊണ്ടുവന്ന് അരപ്പ് ചേർക്കാം. പേസ്റ്റ് തേങ്ങ അരച്ച് കോക്കനട്ട് അരച്ചുകൊണ്ട്. വെള്ളമൊക്കെ കറക്റ്റാണ് ഇത് വെന്തപ്പോൾ കേട്ടോ. ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചാണ് വേവിച്ചത്. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം കലക്കി. വെള്ളം കൂടരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇതൊന്ന് ഇലയിലൊക്കെ വിളമ്പേണ്ടതല്ലേ. സദ്യക്കൊക്കെ റെഡി തയ്യാറാക്കുകയാണെങ്കിൽ ഇലയിൽ വിളമ്പേണ്ടതാണ്. അന്നേരം നമ്മൾ അതനുസരിച്ചില്ലെങ്കിൽ ഇതിന് വെള്ളം കുറച്ചേ ചേർക്കത്തുള്ളൂ. കൂടുതൽ വെള്ളം ഒഴിച്ചല്ല നമ്മൾ പച്ചടി തയ്യാറാക്കുന്നത്. ഇത് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒന്നുകൂടെ അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി, പച്ച ചവയൊന്ന് മാറും അന്നേരം അരപ്പിട്ട്. ഇനി നമുക്ക് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്.
ഇത് നമുക്കൊന്ന് ഉടച്ചു കൊണ്ടുവരണം, ജാറിലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരണം. അല്ലെങ്കിലുണ്ടല്ലോ തരി തരിയായിട്ട് കിടക്കും അതിൽ. എപ്പോഴും പച്ചടി തയ്യാറാക്കുമ്പോൾ തൈര് നല്ലപോലെ ഉടച്ചിട്ട് വേണം ചേർക്കാൻ, നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. തൈര് നല്ലപോലെ ഒന്ന് ഉടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം നമ്മളിതിന് ഉപയോഗിക്കാൻ. പുളിച്ചു പോയാൽ ടേസ്റ്റ് കുറയും. അതുപോലെ ഇനി ഉപ്പ് 1/4 ടീസ്പൂൺ ഇട്ടായിരുന്നു നമ്മൾ വെള്ളരിക്ക വേവിച്ചത്. ഇനി 1 ടീസ്പൂൺ ഉപ്പ് ഇടുക. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് നോക്കിയിട്ടേ ഇടാവുള്ളൂ. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മതി. ഇത് കണ്ടേ, ഇങ്ങനെ തിക്കായിട്ടിരിക്കണം. ഇനി നമുക്ക് ഈ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയേ ചെയ്യാവുള്ളൂ, അല്ലേ തൈര് പിരിഞ്ഞു പോകും. കൂടുതലും ഓവർ ചൂട് പാടില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്കൊന്ന് കടുക് വറുത്തൊഴിക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തീർന്ന് അതിലേക്ക് 1 വറ്റൽമുളക് 3ആയിട്ട് മുറിച്ചതിട്ട് കൊടുക്കുക. 1 തണ്ട് കറിവേപ്പില നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഗ്യാസ് ഓഫാക്കാം. മുളകും കറിവേപ്പിലയും ഒക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വെള്ളരിക്ക പച്ചടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെള്ളരിക്ക പച്ചടിയാണ്. വിശേഷങ്ങൾക്കും സദ്യ സ്പെഷ്യലായിട്ടും ഒക്കെ തയ്യാറാക്കുന്ന ഒന്നാണ്. നമുക്ക് ഏത് നേരം വേണമെങ്കിലും ഇത് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കുക. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.